Hi, welcome to Study with Z Square. If you like my channel, subscribe, share, like and comment. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എലോങ് വിത്ത് മോഷൻ ക്ലാസ് 6ൻ്റെ എലോങ് വിത്ത് മോഷൻ എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കൂ, എന്നാലേ നമുക്ക് ഈ ഒരു കണ്ടിന്യൂഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നോക്കിയേ, ലെറ്റസ് മേക്ക് എ ടോയ് ഫാൻ. നമുക്കൊരു ടോയ് ഫാൻ ഉണ്ടാക്കി നോക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ്: എ സ്മോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ, പിന്നെയോ റിബ് ഓഫ് എ കോക്കനട്ട് ട്രീ ലീഫ്, ഈർക്കിൾ എന്ന് പറയും മലയാളത്തിൽ, ത്രെഡ്, കാർഡ്ബോർഡ് പീസ്, എ ബീഡ് ആൻഡ് ഗ്ലൂ. എന്തെല്ലാം വേണം? ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം, ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം. പിന്നെയോ നമ്മുടെ സാധാ ഈർക്കിൾ ഉണ്ടല്ലോ, അതും വേണം. പിന്നെ ഒരു നൂല്, പിന്നെ ഒരു കാർഡ്ബോർഡ് പീസ്, പിന്നെ ഒരു മുത്ത്, ബീഡ് ആൻഡ് ഗ്ലൂ, ഒട്ടിക്കാൻ പശ. ഓക്കെ, ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മേക്ക് എ ഹോൾ ഈച്ച് ഓൺ ദ ലിഡ്, ബോട്ടം ആൻഡ് സൈഡ്സ് ഓഫ് ദ ബോട്ടിൽ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഫിഗർ എ കണ്ടോ നിങ്ങൾ? അതിൽ കണ്ടതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൽ മുകളിലും അതുപോലെ താഴത്തും നടുഭാഗത്തും ഓരോ ഹോൾ ഇടുക. ഓക്കെ, പിന്നെ കട്ട് ഔട്ട് ദ ലീവ്സ് ഓഫ് എ ഫാൻ ഫ്രം കാർഡ്ബോർഡ്. ചിത്രം ബി കണ്ടല്ലോ, പിക്ചർ ബി, അതിൽ കണ്ടോ കാർഡ്ബോർഡിൽ ലീവ്സ്, ഫാൻ്റെ ലീഫ്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? കാർഡ്ബോർഡിൽ നിന്ന് അതുപോലത്തെ കഷ്ണങ്ങൾ വെട്ടിയെടുക്കണം. പിന്നെയോ ഫിക്സ് ദ ബീഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ റിബ്. ഈ റിബിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക? ബീഡ് കോർക്കുക. ഓക്കെ, നമ്മുടെ ഈർക്കിളിൽ എന്ത് ചെയ്യുക? ഈ ഒരു മുത്ത് കോർക്കുക. ഫിക്സ് ദ ലീവ്സ് ഓഫ് എ ഫാൻ ഓൺ ദ ബീഡ് യൂസിങ് ഗ്ലൂ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഈ ഈർക്കിളിൽ നമ്മുടെ ഫാനിൻ്റെ ലീഫ് നമ്മൾ വെട്ടി വെച്ചതുണ്ടല്ലോ കാർഡ്ബോർഡിൽ നിന്ന്, അതെന്ത് ചെയ്യുക? ഒരു പശയൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളത് ഒട്ടിച്ച് വെക്കുക. ടൈ ദ ത്രെഡ് അറ്റ് ദ മിഡിൽ ഓഫ് ദ റിബ്. ഈ ഈർക്കിളിൻ്റെ മിഡിലിൽ എന്ത് ചെയ്യുക? ഒരു നൂല് കെട്ടുക. അപ്പോൾ ഈ പിക്ചർ എ ചെയ്തതുപോലെ എൻ്റെ അതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും ബിയുടെ പോലെ ഒരു ഈർക്കിളിലും നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് വെക്കുക. പാസ് ദ റിബ് ത്രൂ ദ ടോപ്പ് ആൻഡ് ബോട്ടം ഹോൾസ് ഇൻ ദ പ്ലാസ്റ്റിക് ബോട്ടിൽ സച്ച് ദാറ്റ് ദ റിബ് മൂവ്സ് ഫ്രീലി. എന്ത് ചെയ്യുക? നിങ്ങൾ ആ ഈർക്കിളുണ്ടല്ലോ, അത് നിങ്ങൾ ആ പിക്ചർ കണ്ടില്ല, ആ പിക്ചറിലുള്ളതുപോലെ എന്ത് ചെയ്യുക? മേലെ കൂടി താഴെ വരെ ആ ഈർക്കിൾ അടിയിലേക്ക് എത്തിക്കുക. എങ്ങനെയാണ്? എന്നിട്ട് എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്തിട്ട് അതെന്ത് ചെയ്യണം? ഈർക്കിളിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയണം. ആ കോലത്തിൽ നിങ്ങൾ അടിയിലേക്ക് ഇറക്കി വെക്കുക. പുൾ ഔട്ട് ദ ഫ്രീ എൻഡ് ഓഫ് ദ ത്രെഡ് ത്രൂ ദ ഹോൾ ഓൺ ദ സൈഡ് ഓഫ് ദ ബോട്ടിൽ ആൻഡ് ടൈ ഇറ്റ് ടു അനദർ പീസ് ഓഫ് റിബ്. അപ്പം എന്താണ്? നമ്മൾ ഈർക്കിൾ എന്ത് ചെയ്തു? നമ്മുടെ ബോട്ടിലിൽ ഇറക്കി വെച്ചു. ഇനി നമ്മൾ ഈ ബോട്ടിലിൻ്റെ നടുഭാഗത്തൊരു ഹോൾ ഇട്ടിട്ടില്ലേ, അതിലൂടെ എന്ത് ചെയ്യുക? നമ്മൾ ആ നടുഭാഗത്ത്, ഈർക്കിളിൻ്റെ നടുഭാഗത്ത് നൂല് കെട്ടിയിട്ടുണ്ടല്ലോ, അത് അങ്ങ് വലിച്ചെടുക്കുക. നമ്മൾ ആ പിക്ചർ കാണുന്നില്ലേ, അതുപോലെ വലിക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്തൊരു ഈർക്കിളും കൂടി കെട്ടിക്കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യണം? ഈർക്കിളും സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യണം? കറങ്ങാൻ കഴിയണം. നമ്മൾ ഈ പുറത്തേക്കെടുത്ത ഈർക്കിളുണ്ടല്ലോ, ത്രെഡ് കെട്ടിയിട്ട്, അതിങ്ങനെ വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ ഫാന് പോലെയുള്ളത് നന്നായിട്ട് കറങ്ങും. ഇനി നോക്കൂ, ലെറ്റസ് റൊട്ടേറ്റ് ദ ഫാൻ, ട്യൂൺ ദ റിബ്. എന്ത് ചെയ്യുക? നിങ്ങൾ കെട്ടിയിട്ടുള്ള ഈർക്കിൾ എന്ത് ചെയ്യുക? ട്യൂൺ ചെയ്യുക. ടു കംപ്ലീറ്റ്ലി വൈൻഡ് ദ ത്രെഡ് അറൗണ്ട് ഇറ്റ്. എന്ത് ചെയ്യണം? ഈർക്കിൾ തിരിച്ചു കൊണ്ട് എന്ത് ചെയ്യുക? നൂല് മുഴുവൻ അതിലാദ്യം ചുറ്റി വെക്കുക. പുൾ ഔട്ട് ദ ഫ്രീ എൻഡ് ഓഫ് ദ ത്രെഡ്. ഡോണ്ട് യു സീ ഇറ്റ് റൊട്ടേറ്റിംഗ്? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എന്ത് ചെയ്തു? എല്ലാ നൂലും മുഴുവൻ അതിൽ ചുറ്റി വെച്ചു. ഇനി നൂലിൻ്റെ ആ ഫ്രീ ആയിട്ട് കിടക്കുന്ന അറ്റല്ലേ, അതിൽ കൂടി വലിച്ച് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കളിപ്പങ്ക അല്ലെങ്കിൽ നമ്മുടെ ഫാന് അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനി എൻ്റെ അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഹൗ ഡിഡ് ദ മോഷൻ ഓഫ് ദ ത്രെഡ് പാസ് ടു ദ ലീഫ് ഓഫ് ദ ഫാൻ? എങ്ങനെയാണ് നൂലിലുണ്ടായ മോഷൻ നമ്മുടെ ഫാനിൻ്റെ ചിറകിലെത്തിയത്, ഫാനിൻ്റെ ലീഫിലെത്തിയത്? അപ്പോൾ എന്താണ് ആൻസർ? ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ത്രെഡ് മേക്സ് റിബ് ടു റൊട്ടേറ്റ്. നമ്മുടെ ത്രെഡിൽ, നൂലിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സ് എന്ത് ചെയ്തു? നമ്മുടെ റിബിനെ, നമ്മുടെ ഈർക്കിളിനെ റൊട്ടേറ്റ് ചെയ്യാൻ സഹായിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ റിബ് റൊട്ടേറ്റ് ചെയ്തതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലീവ്സ് ഓഫ് ദ ഫാൻ, നമ്മുടെ ഫാനിൻ്റെ ലീഫും കറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ത്രെഡ് മേക്സ് റിബ് ടു
rotate, then the leaves of fan begin to rotate along with the rib. Okay. Next question നോക്കൂ. What are the devices you have seen in which the force applied on one part is transferred to another part and used for motion? എന്താണ്? ഏതൊക്കെ ഡിവൈസസ് ആണ് നിങ്ങൾക്ക് അറിയാം ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുക, ഫോഴ്സ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതെന്ത് ചെയ്യും, മറ്റൊരു സ്ഥലത്ത് എത്തിച്ച് അത് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്ത് ചെയ്യും, മോഷൻ സംഭവിക്കും. അങ്ങനത്തെ എന്തെല്ലാം ഡിവൈസസ് ആണ് നിങ്ങൾക്ക് അറിയുക? അത് എന്താണ്? വാട്ട് ആർ ദ ഡിവൈസസ് യു ഹാവ് സീൻ ഇൻ വിച്ച് ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ വൺ പാർട്ട്? ഒരു പാർട്ടിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സ് മറ്റൊരു പാർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ചലനം അല്ലെങ്കിൽ മോഷൻ സംഭവിക്കുന്ന എന്തെല്ലാം ഡിവൈസസ് ആണ് നിങ്ങൾക്ക് അറിയുക? എന്തൊക്കെയാണ്? ഫസ്റ്റ് എക്സാമ്പിൾ എന്താ? നിങ്ങളെല്ലാവരും സൈക്കിൾ ഓട്ടുന്നവരാണല്ലേ. നമ്മൾ സൈക്കിളിൻ്റെ പെഡൽ ചവിട്ടുമ്പോൾ അതെന്തായും നമ്മുടെ ബാക്ക് ടയർ കറങ്ങാൻ തുടങ്ങും, പിന്നെയോ ഫ്രണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്? സൈക്കിളാണ് ഫസ്റ്റത്തെ ഡിവൈസ്. രണ്ടാമത്തേത് നമ്മുടെ ഉമ്മമാരെ അടിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മെഷീൻ ചവിട്ടുന്നവരാണെങ്കിൽ അവർക്കറിയാം. രണ്ടാമത്തെ എന്താ? സ്വിങ് മെഷീന്. പിന്നെയോ ഫ്ലോർ മില്ല്, അതും ഇതിന് എക്സാമ്പിളാണ് കേട്ടോ. വാട്ട് ആർ ദ അറേഞ്ച്മെൻറ്റ്സ് മെയ്ഡ് ഇൻ സച്ച് ഡിവൈസസ്? എന്തെല്ലാം അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇങ്ങനത്തെ ഡിവൈസസിൽ നടക്കുന്നതെന്ന്. സൈക്കിളിൽ എന്താണ്? നമ്മുടെ ചെയിനാണ് അല്ലേ മെയിൻ പാർട്ട്. ചെയിൻ വയ്യല്ലേ നമ്മൾ പെഡലിൽ ചവിട്ടിയിട്ട് ചെയിൻ വയ്യല്ലേ ബാക്കി സൈക്കിളിലെ ടയറൊക്കെ കറങ്ങുന്നത്. അപ്പോൾ സൈക്കിളിൽ ചെയിൻ. സ്വിങ് മെഷീനിലോ നാരോ ബെൽറ്റ് ആണ് അല്ലേ. ഫ്ലോർ മില്ലിലോ ബ്രോഡ് ബെൽറ്റ്, വലിയ ഒരു ബ്രോഡ് ബെൽറ്റ് എന്ന് പറയുന്ന ഒന്നാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വേർ ഡു വി അപ്ലൈ ഫോഴ്സ് വൈൽ സൈക്ലിംഗ്? നമ്മൾ സൈക്ലിംഗ് ചെയ്യുമ്പോൾ എവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുക? വി അപ്ലൈ ഫോഴ്സ് ഓൺ ദ പെഡൽ. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പെഡലിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യും. ദാറ്റ് മേക്സ് ടൂത്ത് വീൽ ടു റൊട്ടേറ്റ്. അതെന്ത് ചെയ്യും? നമ്മുടെ ടൂത്ത് വീലിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ടൂത്ത് വീൽ ഈസ് ഫിക്സ്ഡ് വിത്ത് പെഡൽ. എവിടെയാണ് ടൂത്ത് വീൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ പെഡലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഫോഴ്സ് ഈസ് ട്രാൻസ്ഫർ ടു ദ വീൽ. എന്ത് ചെയ്യും? ഫോഴ്സ് എന്ത് ചെയ്യും? വീലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എങ്ങനെ? നമ്മുടെ ചെയിനിൽ, ത്രൂ ദ ചെയിൻ, നമ്മുടെ ചെയിൻ ഉപയോഗിച്ചിട്ട്. കണക്റ്റഡ് ബിറ്റ്വീൻ ദ ടൂത്ത് വീൽ ആൻഡ് ബാക്ക് വീൽ ഓഫ് ദി സൈക്കിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡസ് ദിസ് ഫോഴ്സ് റീച്ച് ദ വീൽ? എങ്ങനെയാണ് ഈ ഫോഴ്സ് വീലിലെത്തുന്നത്? അതിൻ്റെ ഉത്തരവും ഇത് തന്നെയാണ്. എങ്ങനെയാണ് ഫോഴ്സ് എത്തുന്നത് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും നമ്മുടെ ഈ എഴുതിയിട്ടുള്ള ഈ ഒരു ഉത്തരം തന്നെയാണ്. ഞാൻ നേരത്തെ പറയാൻ മറന്നു പോയതാണ്. ടൂത്ത് വീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിയറാണ് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. വിച്ച് പാർട്ട് ഈസ് സെറ്റ് ടു മോഷൻ ഫസ്റ്റ് വൈൽ വർക്കിംഗ് എ ഫ്ലോർ മിൽ? ഒരു ഫ്ലോർ മിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ മോഷൻ സംഭവിക്കുന്ന അതിൻ്റെ പാർട്ട് ഏതാണ് പാർട്ട്? ദ മോഷൻ സ്റ്റാർട്ട്സ് ഫ്രം മോട്ടർ. മോട്ടറിൽ നിന്നാണ് നമ്മുടെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഈസ് ദ റൊട്ടേഷൻ ട്രാൻസ്ഫർ ടു അതർ പാർട്സിലേക്ക്? നമ്മുടെ ഫ്ലോർ മില്ലിൻ്റെ അതർ പാർട്സിലേക്ക് എങ്ങനെയാണ് റൊട്ടേഷൻ ട്രാൻസ്ഫർ ചെയ്യുക? എങ്ങനെയാണ്? ത്രൂ the rotation transfer through the belt, wheel, axle. Motion transfer to the mill through axle, belt and wheel. Okay, next question നോക്കൂ. What arrangements are made use of in a sewing machine to transfer the force applied on the pedal to the needle? മനസ്സിലായോ? എന്തൊക്കെയാണ് നമ്മുടെ സ്വിങ് മെഷീനിൽ ചെയ്തു വെച്ചിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ്? എന്തിനെ? ദ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യണം. എവിടെ നിന്ന്? പെഡലിൽ നിന്ന് തൊട്ട് നീഡിൽ വരെ. അതിന് ചെയ്തു വെച്ചിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കൂ. ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ പെഡൽ ഈസ് ട്രാൻസ്ഫർ ടു ദ ബിഗ് വീൽ ത്രൂ എ റോഡ്. റോഡിൽ കൂടെ എന്ത് സംഭവിക്കും? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടല്ലോ പെഡലിൽ, അത് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ബിഗ് വീലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഒരു ബെൽറ്റിൻ്റെ സഹായത്തോടെ, ബൈ ബെൽറ്റ് ഇറ്റ് റീച്ചസ് ദ സ്മോൾ വീൽ. ബിഗ് വീലും സ്മോൾ വീലും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബെൽറ്റ് അല്ലേ, ആ ഫോഴ്സ് എന്ത് ചെയ്യും? ബിഗ് വീലിൽ നിന്ന് സ്മോൾ വീലിലേക്ക് ആ ബെൽറ്റ് വഴി എത്തും. എന്നിട്ടോ നമ്മുടെ നീഡിൽ ഈസ് കണക്റ്റഡ് വിത്ത് ദ സ്മോൾ വീൽ. സ്മോൾ വീലുമായിട്ട് ആര് കണക്ട് ചെയ്തിട്ടുണ്ട്? നമ്മുടെ നീഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? വെൻ സ്മോൾ വീൽ റൊട്ടേറ്റ്, എപ്പോഴാണോ സ്മോൾ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ നീഡിലും വർക്ക് ചെയ്യാൻ തുടങ്ങും. ദാറ്റ്സ് ദ ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ.
നോക്കിയേ, ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പറയുന്നത്. ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ എ മെഷീൻ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു അതർ പാർട്സ് ഓഫ് ദ മെഷീൻ ഓർ ടു അതർ മെഷീൻസ്, ദോസ് സെറ്റിംഗ് ദം ഇൻ ടു മോഷൻ. വി മേക്ക് യൂസ് ഓഫ് ദ ചെയിൻ, വീൽ ആൻഡ് ആക്സിൽ, ബെൽറ്റ് എക്സെട്ര ഫോർ ദിസ് പർപ്പസ്. നമ്മൾ ഒരു മെഷീനിൽ നൽകുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, അത് മറ്റു മെഷീനുകളിലേക്കോ അല്ലെങ്കിൽ ആ മെഷീൻ്റെ പാർട്സിലേക്കോ എത്തിച്ച് അവയെ കൂടി നമ്മൾ മോഷനിലാക്കുക. നമുക്ക് മോഷനിലാക്കാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അതിന് എന്തെല്ലാമാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ചെയിൻ, ബെൽറ്റ്, പിന്നെയോ ചക്രം, അല്ലെങ്കിൽ എന്താ പറയുക, ആക്സിൽ, വീൽ, ചക്രം, ആക്സിൽ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു യന്ത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ എ മെഷീൻ, ഒരു ഫോഴ്സ് ഒരു മെഷീനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു മെഷീനിലേക്കോ അല്ലെങ്കിൽ മെഷീൻ പാർട്സിലേക്കോ നമുക്ക് ചലനത്തെ അല്ലെങ്കിൽ മോഷനെ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഓക്കെ, അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ചെയിന്, വീല്, ആക്സില്, ബെൽറ്റ്. ഓക്കെ, ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇനി ഗിയർ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ച ടൂത്ത് വീൽ, ഗിയർ എന്താണെന്ന് നോക്കാം. ആസ് ഷോൺ ഇൻ ദ പിക്ചർ, ഫിക്സ് ടു corrugated plastic lids of different sizes on a wooden plank in such a way that they touch each other closely. Now tune each lid. What do you observe? എന്താ പറയുന്നത് നോക്കിയേ, നിങ്ങൾ ചിത്രത്തിൽ കണ്ടോ? ചിത്രത്തിൽ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വ്യത്യസ്ത വലുപ്പമുള്ള 2 പ്ലാസ്റ്റിക് അടുപ്പുകൾ ഒരു മരപ്പലകയിൽ വെക്കുക. ഓക്കെ, പരസ്പരം ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ആണ് ആണി അടിച്ച് കാണുക, എന്ത് ചെയ്യുക, അതിനെ ഉറപ്പിക്കുക. ഓക്കെ, ഇനി ഓരോ അടപ്പും പിടിച്ച് കറക്കി നോക്കൂ. നിങ്ങൾ എന്താ കാണുന്നേ? എന്താ കാണുക? നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കൂ. വെൻ ദ സ്മോൾ ലിഡ് ഈസ് tuned to the left, in which direction does the big lid tune? What happens when it is tuned to the right? അപ്പോൾ എന്താണ്, നമ്മളെ സ്മോൾ ലിഡ് ലെഫ്റ്റേക്കാണ് കറങ്ങുന്നതെങ്കിൽ അപ്പോൾ എവിടേക്കായിരിക്കും നമ്മുടെ ബിഗ് ലിഡിൻ്റെ ഡയറക്ഷൻ? അതുപോലെ തന്നെ അപ്പോൾ എന്താണ് ആൻസർ നോക്കൂട്ടോ. വെൻ ദ സ്മോൾ ലിഡ് ഈസ് ട്യൂൺ ടു ദ ലെഫ്റ്റ്, ലെഫ്റ്റേക്കാണ് നമ്മുടെ സ്മോൾ ലിഡ് കറങ്ങിയതെങ്കിൽ എന്താവും, നമ്മുടെ ബിഗ് ലിഡ് എങ്ങോട്ടാണ് കറങ്ങുക? റൈറ്റേക്കായിരിക്കും. ഇനി സ്മോൾ ലിഡ് റൈറ്റേക്കാണോ കറങ്ങുന്നതെങ്കിൽ നമ്മുടെ ബിഗ് ലിഡ് എങ്ങോട്ടാണ് കറങ്ങുക? ലെഫ്റ്റേക്കാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് തമ്മിൽ കറങ്ങുക. ഇനി നോക്കൂ, ഡസ് ദ ബിഗ് ലിഡ് ആൾസോ കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ വെൻ ദ സ്മോൾ ലിഡ് കംപ്ലീറ്റ്സ് വൺ? എന്താണ്, ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും. നമ്മുടെ ബിഗ് ലിഡ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മുടെ സ്മോൾ ലിഡ് ഒറ്റൊന്നേ കംപ്ലീറ്റ് ചെയ്യുകയുള്ളൂ. എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? അല്ല, നോ, ദ ബിഗ് ലിഡ് ഡസ് നോട്ട് കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? സ്മോൾ ലിഡിന് പെട്ടെന്ന് കറങ്ങാൻ കഴിയൂലേ, പക്ഷെ ബിഗ് ആകുമ്പോൾ ഒന്നും കൂടി ടൈം എടുത്തിട്ടല്ലേ കറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം കേട്ടോ. അപ്പോൾ എന്താണ് ഉത്തരം? നോ, ദ ബിഗ് ലിഡ് ഡസ് നോട്ട് കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. ഹൗ മെനി ടൈംസ് ഡസ് ദ സ്മോൾ ലിഡ് റൊട്ടേറ്റ് വെൻ ദ ബിഗ് ലിഡ് ഈസ് റൊട്ടേറ്റഡ് വൺസ്? അപ്പോൾ എന്താണ് ആൻസർ പറയുക? വെൻ ദ ബിഗ് ലിഡ് റൊട്ടേറ്റ് വൺ, ഒരു വട്ടം ആണ് നമ്മുടെ വലിയ ലിഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ സ്മോൾ ലിഡ് എത്രത്തോളം 1, 2, 3 വട്ടം എന്ത് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വെൻ ദ ബിഗ് ലിഡ് റൊട്ടേറ്റഡ് വൺ, ദ സ്മോൾ ലിഡ് മേക്സ് മോർ ദാൻ വൺ റൊട്ടേഷൻ. കാരണം സ്മോൾ ആണ്, മറ്റേത് ബിഗ് ആണ്. ബിഗ് കറങ്ങി തീർന്ന് വരുമ്പോഴേക്കും നമ്മുടെ സ്മോളിന് 2, 3 വട്ടം കറങ്ങി തീരാം. ഓക്കെ, നോക്കൂ, ഇറ്റ് ഈസ് ദ ഇന്റർലോക്കിംഗ് ഓഫ് corrugations ഓൺ ദ lids that enables one to rotate with the other. ഓക്കെ, സച്ച് വീൽസ് ആർ കോൾഡ് ഗിയർസ്. ഗിയർസ് അല്ലെങ്കിൽ എന്താ പറയുക, മലയാളത്തിൽ എന്താ പറയുക, പൽചക്രങ്ങൾ. എന്താണ്, അടുപ്പുകളിലെ അല്ലേ, ലിഡിലുള്ള അടുപ്പുകളിലുള്ള നേരിയ പല്ലുകളുണ്ടല്ലോ, അതല്ലേ ഒന്ന് കറങ്ങുമ്പോൾ മറ്റൊന്നിനെയും കറങ്ങാൻ സഹായിക്കുന്നത് അല്ലേ? നിങ്ങൾ കണ്ടല്ലോ, ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, ആ ഒരു പല്ലുകളല്ലേ നമ്മൾ ഒന്നിനെ കറങ്ങുമ്പോൾ മറ്റൊന്നിനെയും കറങ്ങാൻ സഹായിക്കുന്നത്. ഇത്തരം ചക്രങ്ങളെയാണ് എന്ത് പറയുക, ഗിയർസ് എന്ന്. വെർ ഹാവ് യു സീൻ ഗിയർസ്? എവിടെയൊക്കെയാണ് നിങ്ങൾ ഗിയർസ് കണ്ടിട്ടുള്ളത്? ടോയ്സിലല്ലേ, പിന്നെയോ ഹാൻഡ് റീൽസ്, പിന്നെയോ മെഷീൻസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്ന മെഷീൻസിൽ, വാച്ചിൽ, ക്ലോക്കിൽ, സൈക്കിളിൽ, മോട്ടോർ കാർസിൽ, ഇവയിലൊക്കെ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട്? ഗിയർസ് കണ്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കൂ.
അപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. ഇനി നോക്കൂ, ട്രൈ റൊട്ടേറ്റിംഗ് ദ ഗിയർസ് ഇൻ ഹാൻഡ് റെയിൽസ് ആൻഡ് ടോയ്സ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഹാൻഡ് റെയിൽസിലോ അല്ലെങ്കിൽ നമ്മുടെ ഇതുണ്ടല്ലോ ടോയ്സിലോ ഉള്ള ഗിയർസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കുക, ഓക്കെ, അല്ലെങ്കിൽ പ്രവർത്തിപ്പിച്ച് നോക്കുക. ഒബ്സർവ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ചേഞ്ചസ് ഗിയർസ് ക്യാൻ ബ്രിങ് അബൌട്ട് ഇൻ മോഷനിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഗിയർസിന് കൊണ്ടുവരാൻ കഴിയുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ അടിയിൽ തന്നിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട് അടിയിൽ, അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. ഓക്കെ, അടിയിൽ തന്നത് നോക്കൂ. ഡു ദേ ബ്രിങ് അബൌട്ട് ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഇവയ്ക്ക് ഈ പൽചക്രങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗിയർസിന് എന്തെങ്കിലും ചേഞ്ചസ് ഡയറക്ഷൻ ഓഫ് മോഷൻ്റെ ഡയറക്ഷനിൽ കൊണ്ടുവരാൻ സാധിക്കുമോ? അപ്പോൾ എന്താണ് ആൻസർ ചെയ്താൽ പറ്റുക നമുക്ക്? ഗിയർസ് ക്യാൻ ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ ഡയറക്ഷൻ ആൻഡ് സ്പീഡ് ഓഫ് മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്. നമ്മുടെ ഗിയർസിന് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്ഷനിലും സ്പീഡ് ഓഫ് എ മോഷൻ്റെ സ്പീഡിലും ഡിറക്ഷനിലും ചേഞ്ചസ് വരുത്താൻ ആർക്ക് കഴിയും? നമ്മുടെ ഗിയർസിന് കഴിയുന്നതാണ്. നെക്സ്റ്റ് നോക്കൂ, ഇനിയാണ് നമ്മുടെ ഗിയർസിൻ്റെ ഹെൽപ്പ്. എന്താണ് ഗിയർസിനെ കൊണ്ടുള്ള ഉപയോഗം എന്നൊക്കെ നമുക്ക് അടിയിൽ പറയുന്നുണ്ട്. നോക്കട്ടോ, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ. ബൈ മേക്കിംഗ് യൂസ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് വൺ പാർട്ട് ഓഫ് എ മെഷീൻ, ഗിയർസ് ഹെൽപ്സ് us to set in motion more than one part of a machine at a different speeds and in different direction. മനസ്സിലായില്ലല്ലോ? എന്താണെന്ന് പറയാ? ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം അല്ലെങ്കിൽ ഒരു മെഷീനിലുള്ള റൊട്ടേഷൻ അത് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അതിൽ വ്യത്യസ്ത വേഗങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത ഡയറക്ഷനിലോ സ്പീഡിലോ ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ അല്ലെങ്കിൽ മെഷീൻ്റെ പാർട്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചലിപ്പിക്കാൻ കഴിയും. അതാണ് നമ്മുടെ പൽചക്രങ്ങൾ കൊണ്ടുള്ള സഹായം. ഓക്കെ, എന്താണ് പൽചക്രങ്ങൾ കൊണ്ടുള്ള സഹായം? ഒരു മെഷീൻ്റെ ഒരു പാർട്ട് ഉണ്ടാവുമല്ലോ, ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം ഉപയോഗപ്പെടുത്തിയിട്ട്, ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് മാത്രം കറങ്ങുക, റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അതിൽ എന്ത് ചെയ്യുക? വ്യത്യസ്ത വേഗങ്ങളിലും വ്യത്യസ്ത ദിശകളിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാൻ ആര് സഹായിക്കുന്നു? നമ്മുടെ പൽചക്രങ്ങൾ സഹായിക്കുന്നു. അതുപോലെ തന്നെ ചെറിയ ഗിയർസ് ഉപയോഗിച്ച് കൊണ്ട് വലിയ ഗിയർസ് കറക്കുമ്പോൾ നമ്മുടെ സ്പീഡ് കുറയുന്നു. അറിയാം, എന്തിൻ്റെ സ്പീഡ്? നമ്മുടെ മോഷൻ്റെ സ്പീഡ് കുറയുന്നു. തിരിച്ച് എന്ത് ചെയ്യുക? വലിയ പൽചക്രം ഉപയോഗിച്ച് ചെറിയ പൽചക്രം കറക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ മോഷൻ്റെ സ്പീഡ് കൂടുകയും ചെയ്യും. ഇനി നമ്മുടെ ഗിയർസ് ഉപയോഗിച്ച് കൊണ്ട് ചലനത്തിൻ്റെ മോഷൻ്റെ ഡിറക്ഷനും അതുപോലെ സ്പീഡും മാറ്റാൻ കഴിയുന്നു എന്ന സൗകര്യം നാം ഒട്ടേറെ യന്ത്രങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, comment.